ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 4 തരം പായസങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടും അതേസമയം വളരെ എളുപ്പത്തിലും ഉണ്ടാക്കാനുള്ള മെത്തേഡും ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. ആദ്യമേ കാണിക്കുന്നത് പരിപ്പ് പ്രഥമനാണ്. അതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഇതേത് കപ്പിലാണോ നിങ്ങൾ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ ബാക്കി എല്ലാ ചേരുവകളും എടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം ഈ ചെറുപയർ പരിപ്പ് കഴുകേണ്ട ആവശ്യമില്ല. കഴുകാതെയാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കുക. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും നല്ലൊരു മണം വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾക്കിതിൻ്റെ പകുതി എടുത്ത് മാറ്റണം. ഇപ്പോൾ ഇവിടെ നല്ലൊരു മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ പകുതി എടുത്ത് മാറ്റുന്നുണ്ട്. ബാക്കി പകുതി കുറച്ചും കൂടെ സമയം നമ്മൾക്ക് വറുത്തെടുക്കണം. പായസം കുടിക്കുമ്പോൾ ചെറുപയർ പരിപ്പ് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ പരിപ്പ് പായസം കുടിക്കുമ്പോൾ ഗ്യാസ് പ്രോബ്ലം ഉള്ളവരാണെങ്കിൽ ഇതേപോലെ വറുത്തെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഇതാ ഇവിടെ ചെറുപയർ പരിപ്പിൻ്റെ കളറൊക്കെ കുറച്ച് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഈ സമയത്ത് നമ്മൾക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പകുതി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് തന്നെ ഇത് ഇട്ട് കൊടുക്കാം. ഇതേ പാനിൽ തന്നെ ഇത് വെച്ചിരുന്നാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇട്ട് കൊടുത്ത അതേ പാത്രത്തിലോട്ട് തന്നെ ഇതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വരണം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട തേങ്ങാപ്പാലെല്ലാം പിഴിഞ്ഞെടുക്കാം. തേങ്ങാപ്പാൽ എടുക്കാനായിട്ട് ഞാനിവിടെ വലിയൊരു തേങ്ങയാണ് ചിരകിയെടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. 1/4 കപ്പ് ഒന്നാം പാലാണ് നമ്മൾക്ക് മാറ്റി വെക്കേണ്ടത്. നല്ല കട്ടിയുള്ള പാലായിരിക്കണം. അത് മാറ്റി വെച്ചതിന് ശേഷം രണ്ടാം പാൽ എടുക്കാനായിട്ട് ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒന്നാം പാൽ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്ത അതേ കപ്പ് തന്നെ ഇവിടെയും യൂസ് ചെയ്യുക. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മൾക്ക് പാല് കിട്ടും. ഒരുപാട് ചൂട് കൂടി പോകരുത്. ചെറിയ ചൂടുവെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. രണ്ടാം പാലും ഇപ്പം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾക്കിനി മൂന്നാം പാലും കൂടെ എടുക്കണം. അതിനായിട്ട് 4.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് 2 പ്രാവശ്യമായിട്ട് വേണമെങ്കിൽ അങ്ങനെ അടിച്ചെടുക്കാം. നമ്മൾ ആദ്യം എടുത്ത അതേ കപ്പിൽ തന്നെ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാനിവിടെ ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 4.5 കപ്പ് മൂന്നാം പാലും 1 കപ്പ് രണ്ടാം പാലും 1/4 കപ്പ് ഒന്നാം പാലുമാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത്. ഇനി വലിയൊരു കുക്കർ എടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെറുപയർ പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. നേരത്തെ നമ്മൾ കഴുകാതെയാണ് വറുത്തെടുത്തത്. 3-4 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത സമയം കൊണ്ട് ചെറുപയർ പരിപ്പ് നന്നായി ചൂടാറി വന്ന് കാണും. ഇപ്പം ഞാനിവിടെ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ച 4.5 കപ്പ് മൂന്നാം പാൽ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 കപ്പ് ചെറുപയർ പരിപ്പിന് ഏകദേശം 3 കപ്പ് വെള്ളം വേണ്ടിവരും. ആ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് വെള്ളത്തിൽ വേവിക്കുന്നതിനേക്കാളും ഇതേപോലെ മൂന്നാം പാലിൽ വേവിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വരുന്നവരെ മാത്രം വേവിച്ചെടുക്കുക. ഇപ്പം കുക്കർ ഇവിടെ 1 വിസിൽ വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി ഇതിൻ്റെ സ്റ്റീം പോകാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ നേരം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് വേണ്ട ശർക്കര പാനി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് ഉരുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഇത്രയും ശർക്കര എടുത്തു കഴിഞ്ഞാൽ പായസത്തിന് നല്ലപോലെ മധുരം ഉണ്ടായിരിക്കും. ഇനി ഇത് നന്നായിട്ടൊന്ന് അലിഞ്ഞു വരണം. ഇപ്പം ശർക്കരയെല്ലാം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയം കൊണ്ട് കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയി കാണും. കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ചെറുപയറെല്ലാം കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെന്ത് കൂടിയിട്ടുമില്ല. നമ്മൾ 2 രീതിയിലാണ് വറുത്തെടുത്തത്. അതുകൊണ്ട് തന്നെ കുറച്ച് കടിക്കാൻ കിട്ടുന്ന പാകത്തിലാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത്. നമ്മൾ ഒഴിച്ചു കൊടുത്ത തേങ്ങാപ്പാൽ വറ്റിപ്പോയിട്ടുമില്ല. കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഇത് വേവിക്കാനായിട്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് മൂന്നാം പാലിൽ മാത്രമായിട്ട് വേവിച്ചെടുത്തത്. ഇനി വേണ്ടത് ശർക്കര നീരാണ്. നമ്മൾ നേരത്തെ അലിയാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ ഇതിനകത്തേക്ക് അരിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കുക. മധുരം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി. പായസത്തിന് ഒരുപാട് മധുരം വേണ്ട എന്നുള്ളവരാണെങ്കിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കേണ്ട. ഞാനിപ്പം ഇവിടെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വീണ്ടും നമുക്ക് ഫ്ലെയിം ഒന്ന് ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച് വന്നു കഴിഞ്ഞാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുക. ഇപ്പോൾ രണ്ടാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ പൊടികൾ ഇട്ട് കൊടുക്കാനുണ്ട്. ആദ്യമേ തന്നെ 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത്. ഇനി വേണ്ടത് ചുക്കുപൊടിയാണ്. 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ജീരകപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഏലക്കാപ്പൊടിയും കൂടെ വേണം. ഞാനിവിടെ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തതാണ്. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമ്മൾക്ക് ഒന്നാം പാൽ മാത്രമേ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാൻ ബാക്കിയുള്ളൂ. ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. ചിലപ്പം പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കരുത്. നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പം ഞാനിവിടെ ഒന്നാം പാൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു. പായസം നല്ലപോലെ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ തിളപ്പിക്കുന്നില്ല.
ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് സമയം കൂടെ നമ്മളിതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് പിരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം കൂടെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നേരത്തെ ചെറുപയർ പരിപ്പ് 2 രീതിയിൽ വറുത്തെടുത്തത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് ഉടഞ്ഞു പോയിട്ടില്ല. കുറച്ചൊക്കെ കടിക്കാനും കിട്ടുന്ന രീതിയിലായിരിക്കും പായസം ഉണ്ടായിരിക്കുക. അതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി വേറൊരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം 1/4 കപ്പ് തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറിയ തീയിൽ കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് തന്നെയാണ് നമ്മൾ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എല്ലാം ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ തേങ്ങാക്കൊത്തൊക്കെ ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് നേരം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പൊക്കെ കുറച്ച് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ നേരം ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഉണക്കമുന്തിരി എല്ലാം നന്നായി വീർത്ത് വരും. അത്രയും സമയം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. തീ ഒരുപാട് കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ ഉണക്കമുന്തിരി എല്ലാം പാകത്തിന് വീർത്ത് വന്നിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നേരെ പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഈ സമയത്ത് പായസം കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് ചൂടാറിയിട്ടില്ല. കുറച്ചും കൂടെ ചൂടാറുമ്പോൾ ഒന്നും കൂടി ഒന്ന് കുറുകി വരും. അതുകൊണ്ട് പായസം ഒരുപാട് തിക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ തണുക്കുമ്പോൾ ഭയങ്കരമായിട്ട് കട്ടിയായിട്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. വളരെ എളുപ്പത്തിൽ നമ്മൾ ചെറുപയർ പരിപ്പ് നല്ല ടേസ്റ്റി ആയിട്ട് കുക്കറിൽ തയ്യാറാക്കി. അടുത്ത പായസം കാരമൽ സേമിയ പായസമാണ്. ഇതും നമ്മൾ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. സാധാരണ കാരമൽ പായസത്തിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കും ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പായസത്തിന്. അതിനായിട്ട് ഒരു ചേരുവ കൂടെ നമ്മൾ വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല വേറെയും 2 ടിപ്സും കൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. പാല് പിരിഞ്ഞു പോകാതെയും അതേസമയം അടി പിടിക്കാതെയും നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം നമ്മൾക്ക് നോക്കാം ഈസി ആയിട്ടുള്ള ഈ പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ആദ്യമേ തന്നെ കുറച്ച് ചേരുവകൾ തയ്യാറാക്കി വെക്കണം. ഞാനിവിടെ 100 ഗ്രാം സേമിയ എടുത്തിട്ടുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ആയ സേമിയ എടുക്കാം. ഏതായാലും കുഴപ്പമില്ല. കാരണം നമ്മളിത് നെയ്ക്കകത്ത് ഒന്നും കൂടി ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ്, 2 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരി, പിന്നെ 1 നേന്ത്രപ്പഴം കൂടി എടുത്തിട്ടുണ്ട്. ഒരുപാട് പഴുത്തു കൂടിയ നേന്ത്രപ്പഴം എടുക്കരുത്. അപ്പം ഇതെല്ലാം കുഴഞ്ഞു പോകും. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് ആദ്യമേ തന്നെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ച സേമിയ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 100 ഗ്രാം സേമിയാണ് എടുത്തിരിക്കുന്നത്. സേമിയയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ പായസം ഭയങ്കര കട്ടയായി പോവും തണുത്ത് കഴിയുമ്പോൾ. അതുകൊണ്ട് 100 ഗ്രാം മാത്രം എടുത്താൽ മതി. ഞാനിവിടെ എടുത്തിരിക്കുന്ന സേമിയ റോസ്റ്റഡ് സേമിയാണ്. അതുകൊണ്ട് ഞാനിത് 3 മിനിറ്റ് മാത്രമാണ് നെയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. വറക്കാത്ത സേമിയ ആണെങ്കിൽ ഏതാണ്ട് ഈ കളർ ആകുന്ന വരെ വറുത്തെടുക്കാം. ഇപ്പം സേമിയയെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അതിനുശേഷം സേമിയ വേറൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി വയ്ക്കാം. ഇതേ പാനിൽ തന്നെയാണ് നമ്മളിനി മറ്റുള്ള ചേരുവകളും വറുത്തെടുക്കുന്നത്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെ കളറ് ചെറുതായിട്ട് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമ്മൾക്ക് ഇതിനകത്തോട്ട് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഉണക്കമുന്തിരി പെട്ടെന്ന് തന്നെ വീർത്ത് വരും. അതാണ് ഇതിൻ്റെ പാകം. ആ സമയത്ത് നമ്മൾക്ക് ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച നേന്ത്രപ്പഴം അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കേണ്ടത്. നേന്ത്രപ്പഴം എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരുപാട് പഴുത്ത് കൂടിയ നേന്ത്രപ്പഴം എടുക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇതെല്ലാം കുഴഞ്ഞു പോകും. ഉണക്കമുന്തിരി നല്ലപോലെ വീർത്ത് വന്നതിന് ശേഷമാണ് ഞാനിവിടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതും കൂടെ ഇട്ട് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് തീ കൂട്ടി വെക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് കുത്തി ഇളക്കും ചെയ്യരുത്. അതായത് ഇത് കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇളക്കിയെടുക്കരുത്. നമ്മൾക്കിത് കടിക്കാൻ കിട്ടുന്നൊരു പാകത്തിൽ വേണം തയ്യാറാക്കാനായിട്ട്. ഇനി നമ്മൾക്കിതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കേണ്ടത്. നമ്മൾ ഒരുപാട് പഴുത്ത നേന്ത്രപ്പഴമല്ല എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അതുമാത്രമല്ല അണ്ടിപ്പരിപ്പിൻ്റെയും ഉണക്കമുന്തിരിയുടെ ഒക്കെ മുകളിൽ പഞ്ചസാരയുടെ ഒരു കോട്ടയും കൂടെ വരും. അത് ഈ പായസത്തിന് പ്രത്യേക ടേസ്റ്റാണ് കൊടുക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് നമ്മൾക്ക് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇനി ഒരു കുക്കർ അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് 1.5 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് മധുരം ഉണ്ടായിരിക്കും. മധുരം കുറച്ചുകൂടെ കുറവ് മതി എന്നുള്ളവരാണെങ്കിൽ 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. ഈ സമയത്ത് ഇനി പഞ്ചസാര ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്ലെയിം നന്നായി കുറച്ച് വയ്ക്കുക. പഞ്ചസാര ഏതാണ്ട് ഇതുപോലെ മെൽറ്റായിട്ട് വരും. ആ സമയത്ത് മാത്രം നമ്മൾ ഇളക്കി കൊടുത്താൽ മതി. ആദ്യമേ തന്നെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചസാര സ്പൂണിനകത്തെല്ലാം ഒട്ടിപ്പിടിക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പഞ്ചസാര പെട്ടെന്ന് മെൽറ്റാവാൻ വേണ്ടിയിട്ട് ഒരുപാട് തീ കൂട്ടി വെക്കരുത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കരിഞ്ഞു പോകും. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ
നമ്മളുടെ പായസത്തിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. ഇതേപോലെ ബ്രൗൺ കളറായി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളിത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പം പഞ്ചസാര ഇവിടെ നല്ല കറക്റ്റ് പാകത്തിൽ നമ്മൾക്ക് കാരമലൈസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്. അതായത് ബട്ടർ 2 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ വെണ്ണയൊക്കെ എടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം എടുക്കാനായിട്ട്. വെണ്ണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇത് കുറച്ച് കട്ടയാവും. അത് കുഴപ്പമില്ല, ഇത് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി. പെട്ടെന്ന് തന്നെ ഇത് മെൽട്ടായിക്കോളും. ഈ സമയത്ത് പഞ്ചസാരയും വെണ്ണയും കൂടെ ചേർന്ന് നല്ലൊരു മണമായിരിക്കും വരുന്നത്. ടോഫിയുടെയൊക്കെ ഒരു മണമായിരിക്കും വരുന്നത്. ഇപ്പം ഇതിവിടെ നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ലിറ്റർ പാലാണ് ഒഴിച്ചു കൊടുക്കാനുള്ളത്. ഇത് ഇളക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വേണം പാൽ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതേസമയം പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മൾ സ്പൂണ് കൊണ്ട് ചെറുതായിട്ട് ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള ഷുഗർ ഒന്ന് പൊക്കി കൊടുക്കുക. അപ്പം തീരെ കയ്യിലോട്ടൊന്നും തെറിക്കത്തില്ല. പാല് എടുക്കുമ്പോഴും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. റൂം ടെമ്പറേച്ചറിലുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഫ്രിഡ്ജിനകത്ത് നിന്ന് നേരെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പം പാല് പിരിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി പാല് പിരിയും എന്ന് പേടിയുള്ളവരാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഇത് മെൽട്ടായി വന്നിട്ട് പാൽ ഒഴിച്ചു കൊടുത്താലും മതി. പാല് ഒഴിച്ചു കൊടുത്ത ഉടനെ നമ്മളുടെ ഷുഗറും ബട്ടറും കൂടിയിട്ടുള്ള മിക്സ് ഭയങ്കര കട്ടിയായിട്ട് വരും. അത് പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ മതി, അത് തന്നെ മെൽട്ടായിക്കോളും. ഇപ്പം ഇതിവിടെ നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് സേമിയാണ് ഇട്ട് കൊടുക്കാനുള്ളത്. അതും കൂടി ഇട്ട് കൊടുക്കാം. നമ്മളുടെ പായസത്തിൻ്റെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളത്, ഷുഗർ കാരമലൈസ് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമാണ്. അത് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഇതിനകത്ത് സേമിയ ഇട്ട് കൊടുത്തു കഴിയുമ്പം ഒരുപാട് പാല് കൂടുതലുള്ള പോലെ തോന്നും. അത് കുഴപ്പമില്ല, നമ്മളിത് കുക്ക് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. ഇനി ഇത് എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന പാല് ഫുൾ ക്രീം മിൽക്കാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ലോ ഫാറ്റ് മിൽക്കും എടുക്കാം. ഇപ്പം ഇതിവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് തീ ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. അതിനുശേഷം കുക്കർ ഒന്ന് അടച്ചു വയ്ക്കാം. കുക്കർ അടച്ചു വെച്ച് 15 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. വിസിലൊന്നും വരേണ്ട ആവശ്യമില്ല. ഏറ്റവും തീ കുറച്ചിട്ടാണ് ഞാൻ വെച്ചിട്ടുള്ളത്. തീ കുറച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് തീരെ അടുക്കി പിടിക്കത്തൊന്നുമില്ല. സേമിയയുടെ അളവ് കൂടിക്കഴിയുമ്പോൾ പായസം ഭയങ്കര കട്ടിയായിട്ട് പോവും. അതുമാത്രമല്ല, ചിലപ്പം ഇത് അടുക്കി പിടിക്കാനുള്ള ചാൻസും ഉണ്ടായിരിക്കും. ഞാനിവിടെ ഇത്രയും തീ കുറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് 15 മിനിറ്റ് മാത്രം വേവിച്ചാൽ മതി. അതോടെ നമ്മളുടെ പായസം റെഡിയായിട്ടുണ്ടായിരിക്കും. ഇപ്പം ഇതിവിടെ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പായസം റെഡിയായിട്ടുണ്ട്. നമ്മൾക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. കുക്കറിൻ്റെ ചൂട് ഒന്ന് പോയതിന് ശേഷമാണ് ഞാൻ തുറന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ സേമിയ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പം ഒരുപാട് പാല് കൂടിയ പോലെ തോന്നിയിരുന്നു. എന്നാൽ ഇതിപ്പോൾ കറക്റ്റ് പാകമായിട്ടാണ് വന്നിരിക്കുന്നത്. സേമിയൊക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മളുടെ പായസം ഒരുപാട് കട്ടിയായി പോയിട്ടുമില്ല. അതേസമയം ഒരുപാട് ലിക്വിഡുമായിട്ടുമല്ല ഇരിക്കുന്നത്. കറക്റ്റ് പാകത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ ഒരു പാകത്തിലാണ് നമ്മൾക്ക് പായസം വേണ്ടത്. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും നേന്ത്രപ്പഴവും എല്ലാം ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മാത്രം നമ്മൾക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അതായത് നമ്മൾ ഗ്ലാസ്സിൽ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാനായിട്ട് കുറച്ച് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കാരമൽ സേമിയ പായസം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി അടുത്ത പായസം ഏതാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് 3 ചേരുവകൾ മാത്രം എടുത്തിട്ടുള്ള ഒരു അരിപ്പായസമാണ്. ഇതും നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അടുക്കി പിടിക്കാതിരിക്കാനുള്ള ടിപ്സൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് 1/2 കപ്പ് ജീരകശാല റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വയനാടൻ കൈമ എന്നൊക്കെ പറയുന്ന ആ റൈസാണ് എടുത്തിട്ടുള്ളത്. അതാണെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ബാസ്മതി റൈസോ പച്ചരിയോ ഏതാണെങ്കിലും എടുക്കാം. ഇത് നല്ലപോലെ കഴുകിയതിന് ശേഷം 15 മിനിറ്റ് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കണം. ഇപ്പം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുക. എന്നിട്ട് വേണം നമ്മൾക്ക് ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കാൻ. ഇപ്പം വെള്ളമെല്ലാം കളഞ്ഞിട്ടുണ്ട്. മിക്സിക്കകത്ത് ഇട്ട് കൊടുക്കുകയാണ്. വെള്ളം തീരെ പാടില്ല, അരയ്ക്കാനൊന്നും പാടില്ല. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാനേ പാടുള്ളൂ. ഒരുപാട് നേരം ഇട്ട് അരയ്ക്കരുത്. അപ്പം നമ്മളുടെ പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. ഇപ്പം ഞാനിതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിൽ വേണം നമ്മൾക്ക് കിട്ടാനായിട്ട്. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകരുത്. എന്നാൽ ഇത് ചെറുതായിട്ടൊന്ന് പൊടിയും വേണം. പച്ചരി ആണെങ്കിലും ഇതേപോലെ തന്നെ കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതരിയാണ് കയ്യിലുള്ളത് അത് യൂസ് ചെയ്താൽ മതി. ഇനി ഇത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം. നമ്മളിത് ഉണ്ടാക്കാനായിട്ട് കുക്കർ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേറെ പാത്രങ്ങളൊന്നും നമ്മൾക്ക് ആവശ്യമില്ല. അതിനകത്തേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് കാരമലൈസ് ചെയ്യണം. ആദ്യമേ തന്നെ സ്പൂണിട്ട് ഒരുപാട് ഇളക്കരുത്. അപ്പം ഇത് സ്പൂണിലെല്ലാം മുട്ടിപ്പിടിക്കും. ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. ഇതൊന്ന് കാരമലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ മാത്രം നമ്മൾക്ക് സ്പൂൺ വെച്ച് ഇളക്കിയാൽ മതി.
ഇപ്പം ഷുഗറെല്ലാം നല്ലപോലെ കാരമലൈസ് ആയിട്ട് വരുന്നുണ്ട്. ഇത് കൈവിടാതെ അങ്ങ് ഇളക്കിക്കൊണ്ടിരിക്കണം. അതേപോലെ തന്നെ തീ കുറച്ച് വെക്കുക, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവും, പായസത്തിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പം ഇതെല്ലാം നല്ല കറക്റ്റ് പാകത്തിലാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 6 കപ്പ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഏത് കപ്പിലാണോ നിങ്ങൾ പഞ്ചസാരയും അരിയൊക്കെ എടുക്കുന്നത് അതേ കപ്പിൽ തന്നെ പാലും കൂടെ എടുക്കുക. 6 കപ്പ് പാലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പാൽ ഒഴിച്ചു കൊടുക്കുന്നതിനൊപ്പം തന്നെ സ്പൂണൊന്ന് ചെറുതായിട്ടൊന്ന് പൊക്കി കൊടുക്കുക. അപ്പം ഇത് കയ്യിലോട്ടൊന്നും തെറിക്കത്തില്ല. പഞ്ചസാര പെട്ടെന്ന് അങ്ങ് കട്ടയാവും. അത് കുഴപ്പമില്ല, കുറച്ച് നേരം കഴിഞ്ഞാൽ ഇത് മെൽട്ടായിക്കോളും. ഇനി നമ്മൾക്ക് നേരത്തെ പൊടിച്ചു വെച്ച അരിയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. നമ്മൾ നേരത്തെ ഷുഗർ കാരമലൈസ് ചെയ്ത് കട്ടയായിട്ട് ഇവിടെ കിടപ്പുണ്ട്. അതെല്ലാം അലിഞ്ഞ് നന്നായിട്ട് ചേരണം. അത്രയും നേരം വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇത്രയും ജോലിയേ ഉള്ളൂ. നമ്മളുടെ പായസത്തിൻ്റെ പണി ഇതോടെ തീർന്നു. ഇപ്പം പഞ്ചസാരയെല്ലാം നല്ലപോലെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. കട്ടകളെല്ലാം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കുക്കർ അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചതിന് ശേഷം 2 വിസിൽ വരുന്നവരെ വേവിക്കാം. അത്രയും നേരം നമുക്ക് ആവശ്യമുള്ളൂ. നമ്മളുടെ പായസം റെഡിയായിട്ടുണ്ടായിരിക്കും. അരിയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടായിരിക്കും. ഇപ്പം ഞാനിവിടെ കുക്കർ അടച്ചു വെച്ചിട്ടുണ്ട്. 2 വിസിൽ ആവാറായിട്ടുണ്ട്. ഇനി ഞാൻ കുക്കർ ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൻ്റെ സ്റ്റീമെല്ലാം പോയതിന് ശേഷം വേണം നമ്മൾക്ക് കുക്കർ തുറക്കാനായിട്ട്. ഇപ്പം സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. ഞാനിവിടെ കുക്കർ ഓപ്പൺ ചെയ്യാണ്. നമ്മളുടെ പായസം കറക്റ്റ് പാകമായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പാലടയെന്നായിരിക്കും എല്ലാവരും വിചാരിക്കുക. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. 1/2 കപ്പ് അരിക്ക് 6 കപ്പ് പാല് കറക്റ്റായിരിക്കും. ഇതേപോലെ ആയിരിക്കും നമ്മൾക്ക് കിട്ടുക. ഒരുപാട് കട്ടിയായിരിക്കത്തില്ല, ഒരുപാട് ലൂസും ആയിരിക്കത്തില്ല. ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നട്ട്സും ഉണക്കമുന്തിരിയൊക്കെ നിങ്ങൾക്ക് വറുത്തിടാം. അതെല്ലാം ഓപ്ഷണലാണ്. ഇനി നമുക്ക് അടുത്ത പായസം ഏതാന്ന് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നേന്ത്രപ്പഴം പ്രഥമനാണ് അടുത്ത പായസം. നമ്മൾ സാധാരണ നേന്ത്രപ്പഴം പ്രഥമൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നേരം പഴം നെയ്യിൽ വരട്ടിയിട്ടാണ് ഉണ്ടാക്കാറ്. എന്നാൽ ഈ റെസിപ്പിയിൽ നമ്മൾ നെയ്യിൽ ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല. അതേസമയം നെയ്യിൽ വഴറ്റി ഉണ്ടാക്കുന്ന പ്രഥമൻ്റെ അതേ ടേസ്റ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് നല്ലപോലെ പഴുത്ത ഏത്തപ്പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1/2 കിലോ ആണ് ഈ പഴമുള്ളത്. അപ്പം ഈ പഴമിനി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുവിലത്തെ അരി പോലത്തെ അതൊന്ന് കളഞ്ഞെടുക്കണം. നടുഭാഗം ഒന്ന് മുറിച്ചതിന് ശേഷം അത് മാത്രം കത്തി വെച്ച് നമുക്കൊന്ന് എടുത്തു മാറ്റാം. എല്ലാ പഴത്തിൻ്റെയും ഇതേപോലെ തന്നെ ചെയ്യുക. ഒരുപാട് സമയമൊന്നും ആവശ്യം വരത്തില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് കളഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പം ഞാനിവിടെ എല്ലാ പഴത്തിൻ്റെയും അരി കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് സൈഡിലോട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയൊന്ന് അലിയിച്ചെടുക്കാം. അതിനായിട്ട് 350 ഗ്രാം ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇപ്പം ശർക്കരയെല്ലാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. എല്ലാ കട്ടകളും അലിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഇരുമ്പിൻ്റെ അരിപ്പയിൽ കൂടെ ഒന്ന് അരിച്ചെടുക്കണം. ശർക്കര ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുക്കർ എടുത്തതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച പഴം അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകിൽ ഇത് കൈവച്ചിട്ട് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കുക. എങ്ങനെയായാലും കുഴപ്പമില്ല. അതിനുശേഷം അതിനകത്തേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നെയ്യ് ഇവിടെ ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ച ശർക്കര നീരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇരുമ്പിൻ്റെ അരിപ്പയിൽ കൂടെ നേരിട്ട് ഇതിനകത്തേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സമയത്ത് ഇതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. ശർക്കര നീരിൻ്റെ വെള്ളം മാത്രം മതി. ഇനി നമ്മൾക്ക് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. നമ്മളിത് ശർക്കരയ്ക്കകത്താണ് വേവിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴം വരട്ടി ഉണ്ടാക്കുന്ന പ്രഥമൻ്റെ അതേ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. കൈവിടാതെ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിപ്പം ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഫ്ലെയിം ഓൺ ചെയ്യാൻ പോവാണ്. ഒരുപാട് തീ കൂട്ടി വെക്കരുത്, അതേപോലെ തന്നെ ഒരുപാട് ലോ ഫ്ലെയിമിൽ വെക്കരുത്. ഞാനിപ്പം ഇവിടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചു. ഇനി കുക്കർ അടച്ചതിന് ശേഷം നമ്മൾക്കിത് വിസിലിട്ട് കൊടുക്കാം. ഇനി ഇത് 3 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ തന്നെ വേവിക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്തിടാം. നല്ലപോലെ ചൂടാറിയതിന് ശേഷം വേണം നമ്മൾക്കിത് തുറക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ കുക്കർ ഓഫ് ചെയ്തിട്ട് കുറച്ച് സമയമായിട്ടുണ്ട്. നല്ലപോലെ പഴമെല്ലാം വെന്ത് കഴിഞ്ഞു. നമ്മളിത് ശർക്കര നീരിനകത്ത് വേവിക്കുന്നത് കൊണ്ട് ഒരുപാട് ഉടഞ്ഞു പോകത്തില്ല. അപ്പം നമ്മൾക്കിനി ഇത് അരച്ചെടുക്കണം. ഇതിനകത്ത് നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തത് കൊണ്ട് ഇത് തീരെ അടുക്കി പിടിക്കത്തൊന്നുമില്ല. കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ഒരു വലിയ ജാർ എടുത്ത് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷം വേണം ഇത് ചെയ്യാനായിട്ട്. നല്ല പോലെ അരച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒഴിച്ചു കൊടുത്ത ശർക്കര നീര് തന്നെ മതിയായിരിക്കും. നല്ലൊരു മണമായിരിക്കും ഈ സമയത്തൊക്കെ വരുന്നത്. നെയ്യിൻ്റെ ഒക്കെ ഫ്ലേവറാണ് വരുന്നത്. ഇനി ഇത് നല്ലപോലെ ഞാൻ ഇവിടെ നിന്ന് അരച്ചെടുക്കുന്നുണ്ട്. തീരെ തരിയൊന്നും ഇല്ലാത്ത രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പഴം വേവിക്കാൻ എടുത്ത കുക്കറിനകത്തേക്ക് തന്നെ ഇത് ഒഴിച്ചു കൊടുക്കാം.
പഴം നല്ലപോലെ തണുത്തതിന് ശേഷമാണ് നമ്മളിത് അരച്ചെടുത്തത്. അപ്പം ഇത് ഒന്നും കൂടി ഒന്ന് അടുപ്പത്ത് വയ്ക്കാം. ഇത് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾക്ക് തേങ്ങാപ്പാലാണ് ഇനി ഒഴിച്ചു കൊടുക്കാനുള്ളത്. 2.5 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 2ാം പാലാണ് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. 1ാം പാൽ 1 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇപ്പം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. 2ാം പാൽ ഒഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് നമ്മൾക്ക് ഫ്ലെയിം കുറച്ചൊന്ന് കൂട്ടി വയ്ക്കാം. ഇനി നമ്മൾക്ക് ഇതിനകത്തോട്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ചുക്കുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഏലക്കയുടെ ഉള്ളിലത്തെ കറുത്ത സീഡും പഞ്ചസാരയും കൂടെ ഞാൻ പൊടിച്ച് വെച്ചതാണ്. പിന്നെ ഇനി ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉപ്പാണ്. 1 നുള്ളി ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. ഇതിന് ടേസ്റ്റ് ഒന്ന് ക്രമീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പം ഇത് ചെറുതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. തിളപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് സാധനങ്ങൾ നെയ്യിൽ വറുത്തിടാനുണ്ട്. അതിനായിട്ട് ഒരു പാത്രം വെച്ച് അതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം ഓരോരുത്തർക്കും ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഇട്ട് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ബ്രൗൺ കളർ ആകുന്നവരെ ഇതൊന്ന് വഴറ്റി കൊടുക്കുക. വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ അത് സെപ്പറേറ്റ് ആണ് വറുത്തെടുക്കുന്നത്. ആദ്യമേ തന്നെ തേങ്ങാക്കൊത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾക്ക് വീണ്ടും അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കൂടെ വറുത്തെടുക്കാം. ഈ സമയത്തെല്ലാം പായസം ഓഫായിട്ടാണ് ഇരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അണ്ടിപ്പരിപ്പ് ആദ്യം ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ട് വരുമ്പോൾ ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. രണ്ടും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം അതും കൂടെ നമ്മൾക്ക് പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം അണ്ടിപ്പരിപ്പ് പകുതി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് ഒന്നും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഉണക്കമുന്തിരിയെല്ലാം നല്ലപോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇതും കൂടെ നമ്മൾക്ക് പായസത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനകത്തുള്ള നെയ്യും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പായസം ആകുമ്പം കുറച്ച് നെയ്യും നല്ലപോലെ മധുരം ഉണ്ടെങ്കിലായിരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുക. അപ്പം അതും കൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ 4 പായസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഈ രീതിയിൽ പായസം എല്ലാം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്